ഏവർക്കും നമസ്കാരം. ഭജഗോവിന്ദം. ശ്ലോകം 4. നളിനീ ദളഗത ജലമതിതരളം തദ്വജ്ജീവിതം അതിശയ ചപലം വിദ്ധിവ്യാർത്ഥഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. നീറ്റിലപ്പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ എന്ന് ചൊല്ലിയത് കുഞ്ചൻ നമ്പ്യാരാണ്. മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയും പ്രയത്നത്തിൻ്റെ കാഠിന്യവുമാണ് നമ്പ്യാർ ചൊല്ലിയത്. ഒന്നും നിശ്ചയിച്ച് ഉറപ്പിക്കാനാകാത്ത യാത്രയാകുന്നു ജീവിതം. തുടങ്ങിയ ഇടം അറിയാം, എവിടെ അസ്തമിക്കുമെന്ന് അറിയില്ല. പന്തർ പെരുവഴി അമ്പലം തന്നിലായി തന്തരായി കൂടി വിയോഗം വരും പോലെ എന്ന് എഴുത്തച്ഛൻ എഴുതുന്നുണ്ട്. നാം എല്ലാം വഴിയാത്രക്കാരാണ്. ഏതൊക്കെയോ വഴിയമ്പലങ്ങളിൽ വച്ച് നാം കണ്ടുമുട്ടുന്നു, കുറച്ചുനേരം സംസാരിക്കുന്നു, പരസ്പരം പങ്കുവെക്കുന്നു, പിന്നീട് വഴി പിരിഞ്ഞ് പോകുന്നു. അത്രമാത്രം നൈമിഷികമാണ് ജീവിതത്തിൻ്റെ ഈ യാത്ര. ആചാര്യസ്വാമികൾ പറയുന്നു, നളിനീ ദളത്തിൽ ഒരു താമരയിലയിൽ ഓടിക്കളിക്കുന്ന അതിതരളമായ ഒരു ജലബിന്ദു കണക്കാണ് ജീവിതം. ഏത് നിമിഷവും അത് ആ ഇലയിൽ നിന്നും ഉരുണ്ട് നിലം പതിക്കാം, എന്നേക്കുമായി നഷ്ടപ്പെടാം. ഇതുപോലെ തന്നെ ചപലമാണ് നമ്മുടെ ജീവിതം. ആർക്കാണ് സ്വജീവിതത്തിൻ്റെ കാലാവധി നിശ്ചയിക്കാനാകുക? ഇത്തിരി പോന്ന ജീവിതമാണ് നമ്മുടെ കൈകളിൽ ഉള്ളത്. അതാകട്ടെ വ്യാധിയുടെ, രോഗത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, അഹന്തയുടെ പിടിയിലുമാണ്. ദുരഭിമാനങ്ങളും രോഗങ്ങളും കഷ്ടതകളും ഈ ജീവിതത്തെ കാർന്നു തിന്നുന്നു. നാം അറിയേണ്ടത് ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല. ലോകം ശോകഹതം. സമസ്ത ജീവജാലങ്ങളും ദുഃഖത്തിൻ്റെ പിടിയിൽ അമർന്നവരാണ്. ഭൂമി ജീവിതം ദുഃഖമയമാണ്. എന്നാൽ നാം ഇത് മറന്നു പോകും. ഇത്തിരി പോകുന്ന സുഖങ്ങളിൽ അഭിരമിക്കും. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന് തുഞ്ചത്ത് ആചാര്യൻ. ഒരു താരകയെ കാണുമ്പോൾ രാവു മറക്കുന്നവരാണ് നമ്മൾ. അടിസ്ഥാനപരമായ സത്യങ്ങൾ നാം മറക്കാതിരിക്കണം. അല്ലായെങ്കിൽ ദുഃഖത്തിൽ നിന്ന് കരകയറാനാകില്ല. ജീവിതമെന്ന പാഠശാലയിലെ അനുഭവങ്ങൾ പാഠങ്ങളാകണം. മായാമോഹങ്ങളിൽപ്പെട്ടാൽ ഒരിക്കലും കരകയറാൻ ആകില്ല. ആവർത്തന സ്വഭാവമുള്ളതാണ് മായ. അതിനാൽ സത്യവസ്തുവിനെ തിരിച്ചറിഞ്ഞ് ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് സദ്ഗുരു ഉപദേശിക്കുന്നു.